അമേരിക്കയിൽ H-1B വിസയിൽ ജോലി ചെയ്യുന്ന മലയാളി IT പ്രൊഫഷണലുകളും പുതിയ ജോലി അന്വേഷിക്കുന്നവരും കമ്പനി മാറാൻ ആലോചിക്കുന്നവരും ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന തൊഴിൽ ഇമിഗ്രേഷൻ ട്രെൻഡാണ് പുറത്തുവരുന്നത്. അമേരിക്കയിലെ പല ഭാഗങ്ങളിലും H-1B അപേക്ഷകളിൽ കുറവ് കാണുമ്പോഴും ടെക്സസിലെ ചില പ്രധാന മേഖലകളിൽ H-1Bയുമായി ബന്ധപ്പെട്ട തൊഴിൽ അപേക്ഷകളിൽ വലിയ വർധനവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചില ടെക്സസ് ഇമിഗ്രേഷൻ ഡിസ്ട്രിക്റ്റിൽ H-1B തൊഴിലുമായി ബന്ധപ്പെട്ട LCA ഫയലിംഗിൽ 242% വരെ വർധനവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് H-1B അവസരങ്ങൾ ടെക്സസിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? ഇത് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന മലയാളി IT പ്രൊഫഷണലുകൾക്ക് എന്തവസരമാണ് നൽകുന്നത്? H-1B ട്രാൻസ്ഫർ ആലോചിക്കുന്നവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ആദ്യം LCA എന്താണെന്ന് മനസ്സിലാക്കാം. ഒരു തൊഴിലുടമ H-1B ജീവനക്കാരനെ നിയമിക്കുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബറിലേക്ക് ലേബർ കണ്ടീഷൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടതുണ്ട്. ഇതിൽ ജീവനക്കാരന്റെ ജോലി, വേജ് ലെവൽ, വർക്ക് ലൊക്കേഷൻ തുടങ്ങിയ പ്രധാന വിവരങ്ങൾ ഉൾപ്പെടും. അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള LCA ഫയലിംഗ് ട്രെൻഡ് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ശ്രദ്ധേയമായ മാറ്റമാണ് കാണുന്നത്. കാലിഫോർണിയ, ന്യൂയോർക്ക് പോലെയുള്ള പരമ്പരാഗത വലിയ ടെക് ഹബ്ബുകളിൽ വളർച്ച മന്ദഗതിയിലാകുമ്പോൾ ടെക്സസ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ H-1B റിലേറ്റഡ് എംപ്ലോയ്മെന്റ് ആക്ടിവിറ്റി ശക്തമാകുകയാണ്. എന്തുകൊണ്ടാണ് ടെക്സസ് മുന്നിലെത്തുന്നത് എന്ന് ചോദിച്ചാൽ ഇതിന് പല കാരണങ്ങളുണ്ട്. ടെക്സസിലെ ബിസിനസ് ഫ്രണ്ട്ലി എൻവയോൺമെന്റ്, കുറഞ്ഞ ചെലവ്, കോർപ്പറേറ്റ് എക്സ്പാൻഷൻ തുടങ്ങിയ കാര്യങ്ങൾ വലിയ കമ്പനികളെ ആകർഷിക്കുന്നുണ്ട്. നിരവധി കമ്പനികൾ ടെക്സാസിൽ പുതിയ ഓഫീസ്, ടെക്നോളജി സെന്റേഴ്സ്, ഓപ്പറേഷൻസ് തുടങ്ങിയവ വികസിപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഓസ്റ്റിൻ, ഡല്ലാസ്, ഹ്യൂസ്റ്റൺ, സാൻ ആന്റോണിയോ തുടങ്ങിയ നഗരങ്ങളിലെ ടെക്നോളജി റിലേറ്റഡ് ജോലികൾ വർദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഹെൽത്ത് കെയർ, IT, എനർജി ടെക്നോളജി, ഫിൻടെക്, സോഫ്റ്റ്വെയർ തുടങ്ങിയ മേഖലകളിൽ അവസരങ്ങൾ വർദ്ധിക്കുന്നതായി കാണാം. H-1B ജോലി മാറുന്നവർക്ക് ഇത് എന്തുകൊണ്ടാണ് പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. നിങ്ങളിപ്പോൾ H-1B വിസയിൽ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ആളാണെന്ന് കരുതുക. കമ്പനി മാറ്റം അല്ലെങ്കിൽ ഇപ്പോഴത്തെ കമ്പനിയിൽ ലേ ഓഫ് ഭീഷണിയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പുതിയ എംപ്ലോയറിനെ കണ്ടെത്തുകയും H-1B ട്രാൻസ്ഫർ നടപടികൾ സമയത്ത് ആരംഭിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. H-1B വർക്കേഴ്സിന് ജോലി നഷ്ടപ്പെട്ടാൽ സാധാരണയായി 60 ദിവസത്തെ ഗ്രേസ് പീരീഡ് ലഭിക്കാം. എന്നാൽ ഇൻഡിവിജ്വൽ കേസ് അനുസരിച്ച് ബാധകമായ നിയമങ്ങൾ പരിശോധിക്കണം. ഈ സമയത്തിനുള്ളിൽ പുതിയ എംപ്ലോയറെ കണ്ടെത്തി ആവശ്യമായ ഇമിഗ്രേഷൻ ഫയലിംഗ് നടത്താൻ കഴിയുന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് പുതിയ H-1B ഓപ്പർച്യൂണിറ്റി കൂടുതലുള്ള ടെക്സസ് പോലെയുള്ള മാർക്കറ്റിനെ ജോബ് സെർച്ചിൽ ഉൾപ്പെടുത്തുന്നത് ചില പ്രൊഫഷണലിന് പ്രയോജനകരമായിരിക്കാം. അമേരിക്കയിലുടനീളം H-1B ഡിമാൻഡ് പൂർണ്ണമായും ഇല്ലാതാകുന്നു എന്നതല്ല ഈ കണക്കുകൾ പറയുന്നത്. USCIS കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി H-1B രജിസ്ട്രേഷൻ സിസ്റ്റത്തിലെ ക്രമക്കേടുകൾ തടയാനും ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻസ് കുറയ്ക്കാനും കൂടുതൽ കർശനമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ബെനിഫിഷ്യറി സെൻട്രിക് സെലക്ഷൻ സിസ്റ്റം. ഒരു വ്യക്തിക്ക് വേണ്ടി പല കമ്പനികൾ വഴി മൾട്ടിപ്പിൾ രജിസ്ട്രേഷൻ നൽകി സെലക്ഷൻ ചാൻസ് വർദ്ധിപ്പിക്കുന്ന രീതിയാണ് ഇത്. ഇത് നിയന്ത്രിക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇത് ജെനുവിൻ ആപ്ലിക്കേഷൻസിന് കൂടുതൽ ട്രാൻസ്പെറൻസി നൽകുന്ന ഒരു മാറ്റമായാണ് കാണുന്നത്. അമേരിക്കയിൽ H-1B വിസയിൽ ജോലി ചെയ്യുന്ന മലയാളികൾ പലരും ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒരേ സമയം ചിന്തിക്കുന്നത്. ഒന്ന് ജോബ് സെക്യൂരിറ്റി, അടുത്തത് ഇമിഗ്രേഷൻ സെക്യൂരിറ്റി. കാരണം IT മേഖലകളിൽ ലേ ഓഫ്, റീസ്ട്രക്ചറിംഗ്, ഔട്ട്സോഴ്സിംഗ് തുടങ്ങിയ മാറ്റങ്ങൾ ഇപ്പോഴും പല കമ്പനികളെയും ബാധിക്കുന്നുണ്ട്. ഒരു ജോലി നഷ്ടപ്പെട്ടാൽ ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് സംരക്ഷിക്കാൻ സമയബന്ധിതമായി പുതിയ എംപ്ലോയറെ കണ്ടെത്തേണ്ടി വരാം. അതിനാൽ ഒരൊറ്റ കമ്പനിയെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം H-1B സ്പോൺസർഷിപ്പ് നൽകുന്ന മറ്റ് എംപ്ലോയേഴ്സിനെ കുറിച്ച് നേരത്തെ തന്നെ അന്വേഷിക്കുന്നത് നല്ലതാണ്. ടെക്സസ് മാത്രമല്ല, മറ്റു ഗ്രോയിങ് ടെക്നോളജി മാർക്കറ്റിലും അവസരങ്ങൾ പരിശോധിക്കാം. ഗ്രീൻ കാർഡ് പ്രോസസ് ഉള്ളവരും ശ്രദ്ധിക്കണം. പല H-1B പ്രൊഫഷണൽസിന്റെയും മറ്റൊരു വലിയ ആശങ്കയാണ് ഗ്രീൻ കാർഡ് ബാക്ക്ലോഗുകൾ. പ്രത്യേകിച്ച് ഇന്ത്യൻ ആപ്ലിക്കൻസിന് എംപ്ലോയ്മെന്റ് ബേസ്ഡ് ഗ്രീൻ കാർഡ് കാറ്റഗറീസിൽ നീണ്ട കാത്തിരിപ്പ് നേരിടേണ്ടി വരാറുണ്ട്. അതേസമയം PERM, ലേബർ സർട്ടിഫിക്കേഷൻ, I-140 തുടങ്ങിയ ഘട്ടങ്ങൾ എംപ്ലോയറിനെ ആശ്രയിച്ചുള്ളതിനാൽ കമ്പനി ചേഞ്ച് ചെയ്യുമ്പോൾ ഇമിഗ്രേഷൻ പ്രോസസ്സിനെ എങ്ങനെ ബാധിക്കുമെന്ന് പ്രത്യേകം പരിശോധിക്കണം. ഒരു പുതിയ എംപ്ലോയറിലേക്ക് മാറിയാൽ ഗ്രീൻ കാർഡ് പ്രോസസ് എങ്ങനെ തുടരും? പഴയ പ്രയോറിറ്റി ഡേറ്റ് സംരക്ഷിക്കാൻ കഴിയുമോ? പുതിയ PERM ആവശ്യമുണ്ടോ? I-140യുടെ സ്റ്റാറ്റസ് എന്താണ്?
ഇത്തരം കാര്യങ്ങൾ ഓരോ വ്യക്തിയുടെയും കേസ് അനുസരിച്ചാണ് തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ട് ജോലി മാറുന്നതിന് മുൻപ് ഇമിഗ്രേഷൻ അറ്റോർണിയുമായി സംസാരിക്കുക. ഇനി H1B ജീവനക്കാർ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, നിങ്ങളുടെ എംപ്ലോയർ സമർപ്പിച്ചിരിക്കുന്ന LCA പരിശോധിക്കുക. നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലം, വേജ് ലെവൽ, ജോബ് ഇൻഫർമേഷൻ എന്നിവ കൃത്യമാണോ എന്ന് ഉറപ്പാക്കുക. പ്രത്യേകിച്ച് റിമോട്ട് വർക്ക് ചെയ്യുകയോ വർക്ക് ലൊക്കേഷൻ മാറുകയോ ചെയ്യുന്നവർ എംപ്ലോയറിന്റെ ഇമിഗ്രേഷൻ ടീമിനെ അറിയിക്കണം. ചില സാഹചര്യങ്ങളിൽ പുതിയ LCA അല്ലെങ്കിൽ H1B അമെൻഡ്മെന്റ് ആവശ്യമായി വന്നേക്കാം. രണ്ടാമതായി, കമ്പനി മാറ്റാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിലവിലെ ജോലി ഉപേക്ഷിക്കരുത്. പുതിയ എംപ്ലോയറിന്റെ H1B ട്രാൻസ്ഫർ പ്രോസസ് എങ്ങനെ നടക്കുമെന്ന് ആദ്യം ഇമിഗ്രേഷൻ അറ്റോർണി അല്ലെങ്കിൽ എംപ്ലോയേഴ്സ് ഇമിഗ്രേഷൻ ടീമിൽ നിന്ന് മനസ്സിലാക്കുക. I-797 റെസിപ്റ്റ് നോട്ടീസ് ലഭിച്ച ശേഷമുള്ള നടപടികൾ ഉൾപ്പെടെ നിങ്ങളുടെ വ്യക്തിഗത സാഹചര്യത്തിന് ബാധകമായ നിയമപരമായ ടൈം ലൈൻ ഉറപ്പാക്കണം. മൂന്നാമതായി, ജോബ് സെർച്ച് അവസാന നിമിഷം വരെ നീട്ടിവെക്കരുത്. നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ H1B സ്പോൺസർഷിപ്പ് നൽകുന്ന കമ്പനികൾ ആരൊക്കെയാണ്, ഏത് സംസ്ഥാനങ്ങളിലാണ് ഹയറിംഗ് വർദ്ധിക്കുന്നത്, ഏത് ടെക്നോളജി സെക്ടറാണ് വളരുന്നത്, ഇവയെല്ലാം മുൻകൂട്ടി നിരീക്ഷിക്കുക. ടെക്സസിലേക്ക് മാറുന്നത് എല്ലാവർക്കും നല്ലതാണോ എന്ന ചോദ്യം പലയിടത്തു നിന്നും ഉയരുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഒരു പൊതുവായ തീരുമാനം എടുക്കാൻ കഴിയില്ല. ടെക്സസിൽ H1B റിലേറ്റഡ് എംപ്ലോയ്മെന്റ് ആക്ടിവിറ്റി വർദ്ധിച്ചാലും ജോലി തിരഞ്ഞെടുക്കുമ്പോൾ സാലറി, റോൾ, എംപ്ലോയർ സ്റ്റെബിലിറ്റി, ഇമിഗ്രേഷൻ സ്പോൺസർഷിപ്പ്, ലൊക്കേഷൻ, ഫാമിലി റിക്വയർമെന്റ് തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിശോധിക്കണം. പ്രത്യേകിച്ച് ഗ്രീൻ കാർഡ് പ്രോസസ് ഉള്ളവർ എംപ്ലോയർ ചേഞ്ച് ചെയ്യുന്നത് ഇമിഗ്രേഷൻ ടൈം ലൈനെ ബാധിക്കുമോ എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ടെക്സസിൽ അവസരങ്ങൾ കൂടുതലാണ് എന്നൊരു കാരണത്താൽ മാത്രം റീലൊക്കേഷൻ അല്ലെങ്കിൽ ജോബ് ചേഞ്ച് തീരുമാനിക്കരുത്. അമേരിക്കയിലെ H1B തൊഴിൽ വിപണിയിൽ ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ജിയോഗ്രഫിക് ഷിഫ്റ്റ് ആണ് കാണുന്നത്. ചില ട്രഡീഷണൽ ടെക് ഹബിൽ ഹിയറിംഗ് മന്ദഗതിയിലാകുമ്പോൾ ടെക്സസ് പോലെയുള്ള എമർജിംഗ് ടെക്നോളജി മാർക്കറ്റിൽ H1B റിലേറ്റഡ് എംപ്ലോയ്മെന്റ് ആക്ടിവിറ്റി കൂടുതൽ ശക്തമാകുകയാണ്. ഇത് പുതിയ ജോലി അന്വേഷിക്കുന്ന മലയാളി IT പ്രൊഫഷണലിന് ശ്രദ്ധിക്കേണ്ട ഒരു മാർക്കറ്റ് ട്രെൻഡ് തന്നെയാണ്. അതേസമയം H1B വിസ ഉള്ളവർ സ്വന്തം ഇമിഗ്രേഷൻ ഡോക്യുമെന്റ് കൃത്യമായി പരിശോധിക്കുകയും LCAയിലെ വർക്ക് ലൊക്കേഷൻ, വേജ് ഇൻഫർമേഷൻ എന്നിവ ശരിയാണെന്ന് ഉറപ്പാക്കുകയും വേണം. ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നാൽ 60 ദിവസത്തെ ഗ്രേസ് പീരീഡ് ഉൾപ്പെടെയുള്ള ബാധകമായ നിയമങ്ങൾ മനസ്സിലാക്കി ഉടൻ തന്നെ ഇമിഗ്രേഷൻ നടപടികൾ ആരംഭിക്കുക. കമ്പനി മാറുന്നതിന് മുൻപ് H1B ട്രാൻസ്ഫർ, ഗ്രീൻ കാർഡ് പ്രോസസ്, പ്രയോറിറ്റി ഡേറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളിൽ ഇമിഗ്രേഷൻ അറ്റോർണിയുടെ ഉപദേശം തേടുക. ഒരു ജോലി മാറുന്നത് കരിയർ ഡിസിഷൻ മാത്രമല്ല, H1B വിസ ഉള്ളവർക്ക് അതൊരു ഇമിഗ്രേഷൻ ഡിസിഷൻ കൂടിയാണ്.